നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൺലൈനായി ആധാർ കാർഡിലുള്ള അഡ്രസ്സ് എളുപ്പത്തിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യമായി ഗൂഗിളിൽ മൈ ആധാർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഇതുപോലൊരു പുതിയ പേജ് ഓപ്പണായി വരുന്നത് കാണാം. ഇതിൽ myAadhar.uidai.gov.in എന്നുള്ള ആദ്യത്തെ ലിങ്ക് സെലക്ട് ചെയ്യുക. ഇവിടെ കാണുന്ന പുതിയ വിൻഡോയിൽ വെൽക്കം ടു മൈ ആധാർ എന്നുള്ളതിന് താഴെയായി ലോഗിൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. ഇവിടെ കാണുന്ന പുതിയ പേജിൽ നിങ്ങളുടെ ആധാർ നമ്പരും താഴെയായി ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് കൊടുത്ത് അതിന് താഴെയായി ലോഗിൻ വിത്ത് OTP എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ആധാർ നമ്പരുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഒരു OTP റിസീവായി വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് താഴെ കാണുന്ന ലോഗിൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ആധാർ നമ്പർ മൊബൈൽ നമ്പരുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ സർവീസ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കാണുന്ന പുതിയ വിൻഡോയിൽ അഡ്രസ് അപ്ഡേറ്റ്, ഡൗൺലോഡ് ആധാർ എന്നിങ്ങനെ നിറയെ ഓപ്ഷൻ കാണാം. ഇതിൽ അഡ്രസ് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെ കാണുന്ന പുതിയ പേജിൽ അപ്ഡേറ്റ് അഡ്രസ് യൂസിങ് യുവർ ഡോക്യുമെൻറ്റ്, ഫാമിലി മെമ്പർ ബേസ്ഡ് അഡ്രസ് അപ്ഡേറ്റ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ കാണാം. ഇതിൽ അപ്ഡേറ്റ് അഡ്രസ് യൂസിങ് യുവർ ഡോക്യുമെൻറ്റ് എന്നുള്ള ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ കാണുന്ന ഈ പേജിൽ 4 ഓപ്ഷനുകൾ കാണാം. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്രസ്. ഇതിൽ അഡ്രസ് മാത്രമേ എനേബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അഡ്രസ് മാത്രമേ ചേഞ്ച് ചെയ്യാൻ സാധിക്കൂ. ഇതിൽ അഡ്രസ് എന്നുള്ളിടത്ത് ടിക്ക് ചെയ്ത് കൊടുത്ത് താഴെ കാണുന്ന പ്രൊസീഡ് ടു അപ്ഡേറ്റ് ആധാർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണുന്ന ഈ പുതിയ പേജിൽ നേരത്തെ നിങ്ങൾ ആധാർ കാർഡിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള അഡ്രസ് ഡിസ്പ്ലേ ആയി വരുന്നത് കാണാം. ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുകഴിഞ്ഞ് താഴെയായി ഡീറ്റെയിൽസ് ടു ബി അപ്ഡേറ്റഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ പുതിയതായി അപ്ഡേറ്റ് ചെയ്യേണ്ട അഡ്രസ് പൂർണ്ണമായും എൻ്റർ ചെയ്തു കൊടുക്കുക. ഇവിടെ കൊടുത്തിട്ടുള്ളതുപോലെ നിങ്ങളുടെ വീട്ടുപേർ, ലാൻഡ്മാർക്ക്, ഏരിയ, പിൻകോഡ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, വില്ലേജ്, പോസ്റ്റ് ഓഫീസ് നെയിം എന്നിവയെല്ലാം കറക്റ്റായി എൻ്റർ ചെയ്ത് കൊടുക്കുക.
ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായി എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെയായി ഡോക്യുമെൻ്റ് അപ്ലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ് നിർബന്ധമായും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ താഴെയായി മാനുവൽ അപ്ലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇത് അക്സെപ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുക. ഇവിടെ സെലക്ട് വാലിഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ടൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വോട്ടർ ID, ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ, പാസ്പോർട്ട്, ബാങ്ക് പാസ്ബുക്ക് എന്നിങ്ങനെ നിറയെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പുതിയ വിൻഡോ ഓപ്പൺ ആയി വരും. ഇത് അക്സെപ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റിലെ ഡീറ്റെയിൽസും ഇവിടെ എൻ്റർ ചെയ്തു കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസും ഒരേപോലെയാണെങ്കിൽ മാത്രമേ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വലതുവശത്ത് താഴെയായി സെലക്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇത് സെലക്ട് ചെയ്തു കൊടുത്താൽ നിങ്ങളുടെ ഡിവൈസിലുള്ള ഡോക്യുമെൻ്റ് ഇതിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 MBയിൽ താഴെയുള്ള ഡോക്യുമെൻ്റ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ JPEG, PDF എന്നിങ്ങനെയുള്ള ഫയലുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞ് വലതുവശത്ത് താഴെയായി നെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇത് സെലക്ട് ചെയ്തു കൊടുക്കുക. അടുത്തതായി പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. 50 രൂപയാണ് ഈ സർവീസിനായി ഈടാക്കുന്നത്. നിങ്ങൾ പുതിയതായി കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് മാത്രം പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. UPI, നെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നിങ്ങനെ ഏത് ഓപ്ഷൻ വഴി വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ് ലഭിക്കും. ഇതുപയോഗിച്ച് ആധാർ കാർഡിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ കഴിയും. ആധാർ കാർഡ് അതോറിറ്റി ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ പുതിയ ആധാർ കാർഡ് ലഭിക്കുന്നതായിരിക്കും.